എന്തിനാണ് ചിരിക്കണേ? എന്നെ കുറച്ച് ദിവസം കണ്ടില്ലെങ്കിൽ എത്തി നോക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പച്ച ക്യാമറ കൂടെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കാത്തൊരു സൈസ് എത്തി തോട്ടം. അവരെയാണ് ഞാൻ കാണിച്ചു തരാൻ പോണേ. ഈ ഒരു ശല്യം സഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. കാണിക്കണം. ഒരാഴ്ചയും കൊണ്ടിട്ടാണ് ഇത്രയും ആരോഗ്യത്തോടെ അവർ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ 2 മാസത്തിൽ കൂടുതലായിട്ട് നട്ടു വെച്ചേക്കുന്ന എൻ്റെ ചെടികളാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, പുല്ലിൻ്റെ അടുത്ത് ഇവർക്കൊന്ന് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറയാൻ തോന്നുന്നു. അത്ര ദാരിദ്ര്യാവസ്ഥയാണ് ചെടികളുടെ. ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും ആവില്ലായിരുന്നു കേട്ടോ. 2 ദിവസം എടുത്തിട്ടാണ് ഇത് ഫുള്ള് തീർത്തത്. പണിയെടുക്കണം ഒരുത്തനെങ്കിലുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. അഭിനന്ദിച്ചേക്കാം. അതിനിടയ്ക്ക് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് ഞാൻ നിന്നെങ്കിലും നിയാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് വരും കേട്ടോ. നിയാനാണ് എന്നെ പണിയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് മെയിൻ ആള്. അപ്പൊ ആര് പുല്ല് പറിക്കും? ചേട്ടാ നീ പുല്ല് പറിച്ചോളൂടാ. നമ്മൾ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമല്ലേ. അപ്പോൾ മാധവ് ഇതേപോലെയാണ് കേട്ടോ, പറയാതെ വന്നിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര റിലീഫാണ് കേട്ടോ. ആൺകുട്ടികളാണെങ്കിലും ഇങ്ങനെ സ്വന്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം വലുതാകുമ്പോഴും കണ്ടാൽ മതിയായിരുന്നു. ഇതിനിടയിൽ നമ്മൾ വിളിക്കാതെ വന്ന് നൃത്തം ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഡാൻസറാണ് കേട്ടോ ഈ കാണുന്ന. ഈ സാധനത്തിനടുത്ത് ഞാൻ തോട്ടിലേക്ക് ഇട്ടായിരുന്നു. ഇതെന്താണ് ഐറ്റം എന്നൊന്നും അറിയില്ല. മണ്ണിരയല്ലെന്ന് തോന്നുന്നു. നല്ല കറുത്ത് നല്ല എന്താ പറയുക ഭയങ്കര തിളക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ദിവസത്തെ എന്താ പറയുക വളരെയേറിയ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഞാൻ അങ്ങനെ സക്സസ്ഫുള്ളി താഴത്തെ മിറ്റം ക്ലീൻ ആക്കിയിരിക്കുകയാണ് ഗൈസ്. പിന്നെയും ഉണ്ടായിരുന്നു മുകളിലേക്ക്. അങ്ങനെ മുകളിലും താഴെയുമായിട്ട് 2 ദിവസം കൊണ്ട് ഞാൻ പണിയെടുത്തൊരു ഗൈസ്. എത്രയോ കലോറി ഞാനിങ്ങനെ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു. അതിനിടയ്ക്ക് എനിക്ക് പണി തരാനായിട്ട് ഞാൻ വെട്ടിക്കളഞ്ഞ ചെടിയുടെ കൊമ്പ് കുത്തി വെച്ചിട്ട് വളർത്തുന്നതാണ് കേട്ടോ ചേട്ടനനിയനും കൂടെ. അപ്പോൾ ഇതുപോലെ എന്താ പറയുക മഴക്കാലത്ത് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു.